നടൻ ദിലീപിന്റെ കേസിൽ വിധി വന്നതിന് ശേഷം കോടതിക്കെതിരെയും ആ വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കെതിരെയുമാണ് പൊതുസമൂഹം എല്ലാവരും എന്നല്ല പറയുന്നത്. കുറെ ആളുകളെ അങ്ങനെ ആക്കി തീർക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ജഡ്ജിയെ കൊല്ലുമെന്ന് വരെ പറയാൻ ആളുകൾക്ക് ധൈര്യം വന്നു തുടങ്ങി എന്നുള്ളതാണ്. കാരണം കോടതിയെ അത്രയും വലിയ ബഹുമാനത്തോടെ കാണുന്ന കോടതിയിലെ ജഡ്ജിയെ കൊല്ലുമെന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ജനസമൂഹത്തിലെ പൊതു മനസ്സിനെ മാറ്റിയതിന് പിന്നിൽ കുറെ സിനിമാക്കാർക്ക് പങ്കുണ്ട്. ഇവർ നിരന്തരം വന്നിരുന്ന് TV ചാനലുകൾ വന്നിരുന്ന് കോടതി ശരിയല്ല, കോടതി പറഞ്ഞത് ശരിയല്ല, കോടതിയുടെ വിധിന്യായം ശരിയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച ആളെ തൂക്കിക്കൊന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച ആളെ ജീവിതകാലം മുഴുവൻ ജയിലിലിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കോടതിക്കെതിരെ അങ്ങ് തിരിയുകയാണ്. ഈ കലാപാഘോരം നടത്തിയവരൊക്കെ പൂട്ടേണ്ടത്. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇതുപോലെ കോടതിയിൽ നിന്ന് കൃത്യമായ വിധികൾ വരുമ്പോൾ കോടതിക്ക് മേൽ ആളുകൾ കയറി കലാപം നടത്താനുള്ള ഒരു രീതിയായി ഇത് മാറല്ലേ? തന്നെ നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല, ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ ഈ രാജ്യങ്ങൾക്കകത്ത് റെസ്യൂം ചേഞ്ചിന് വേണ്ടി കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടുണ്ടോ? അതേ പാറ്റേണിലാണ് ഇപ്പോൾ ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കാര്യം ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുന്നതിന് വേണ്ടി ഏതൊരവസരത്തിലും ഏതൊരറ്റം വരെയും ഏതെല്ലാം രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തി സാധാരണ ബോധ്യമില്ലാത്ത ആൾക്കാരെ, ശ്രദ്ധിക്കാത്ത ആൾക്കാരുടെ ഇവരുടെ പ്രചരണം കൊണ്ട് അത് ശരിയാണെന്ന് വരുത്തി അവരെ കൂട്ടി യോജിപ്പിച്ച് ഒരു കലാപത്തിലേക്ക് അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ദിലീപിന്റെ കേസിനകത്ത് ദിലീപിന്റെ കേസ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എന്താണ് സംഭവിച്ചതെന്ന് കോടതി വിധി വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ അറിയാവുന്നവർക്കും ബോധ്യമുള്ളവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നത് വളരെ കൃത്യമായിട്ട് കോടതി ഇഴകീറി പരിശോധിച്ച വിവരം അതേപടി ഏതാണ്ട് 2000-ഓളം വരുന്ന പേജുകളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ഈ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറയുന്നതിനകത്ത് ദിലീപ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന സിദ്ധാന്തത്തിനകത്ത് ദിലീപിനെ പ്രതി ചേർക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ചെറിയ എവിഡൻസ് പോലുമില്ലെന്ന് കോടതി അക്കമിട്ട് പറഞ്ഞ് ഓരോന്നോരോന്ന് പോയിന്റ് ചെയ്ത് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ടും അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ജഡ്ജി മോശക്കാരിയാണെന്ന് പറയുന്നു. ജഡ്ജി കോടിക്കണക്കിന് രൂപ മേടിച്ചെന്ന് പറയുന്നു. അത് താഴെ തട്ട് വരെ മേളെ തട്ട് വരെ പറയിക്കാൻ കോടാനുകോടി രൂപ ഇതിന്റെ പുറകിൽ ഒഴുക്കുന്ന ഒരു മാഫിയ സംഘം, ഒരു നിഗൂഢ സംഘം ഉണ്ടെന്ന് ബോധ്യമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ചിലരൊക്കെ, ഭാഗ്യലക്ഷ്മിയും സംഘവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാഗ്യലക്ഷ്മി ഇതിന്റെ പുറകെ ഓരോ ദിവസവും നിൽക്കുകയാണ്. ഓരോ മുക്കിനും ഭാഗ്യലക്ഷ്മി ഇരയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ സംഘടിപ്പിക്കുന്നു. ആൾക്കാരെ സംഘടിപ്പിക്കുമ്പോൾ ഈ ഇരയ്ക്ക് യാതൊരു നീതിയും കിട്ടിയില്ലെന്നുള്ള രീതിയിലേക്കാണല്ലോ ആൾക്കാരടുത്ത് പ്രചരണം നടത്തുന്നത്. ഇരയ്ക്ക് എന്ത് നീതിയാണ് കിട്ടാത്തത്? നമ്മളെല്ലാം ഇരയ്ക്കൊപ്പമാണ്. പക്ഷെ ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ വിഷയം ഉപയോഗിച്ച് ശത്രുതാ മനോഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ തലപ്പത്ത് നിൽക്കുന്ന ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിനകത്താണ് തർക്കം വന്നത്. അതിനു വേണ്ടി ഉണ്ടാക്കിയ WCC, അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഘടനകൾ, അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക പാറ്റേൺ. ഭാഗ്യലക്ഷ്മി സംഘം ഇതല്ലേ ചെയ്യുന്നത്. എന്താണ് അവർ പറയുന്നത്? അവരാദ്യമേ കോടതിയെ പഴിച്ചു. 4 കൊല്ലം മുമ്പ് എഴുതി വെച്ച വിധി എന്ന് പറഞ്ഞു. അതിനെന്തും വേണ്ടി പ്രശ്നം ഇവിടെ ഉണ്ടാക്കി. അവരെ കേട്ടോണ്ട് റോഡിൽ നിന്ന് ഒരുത്തൻ പറഞ്ഞു കോടതി പോലും കണ്ടിട്ടില്ലാത്തവൻ ജഡ്ജി എണീറ്റ് നിന്ന് ദിലീപിനെ തൊഴുന്ന് പറഞ്ഞു. അതെന്തും വേണ്ടി പ്രശ്നമുണ്ട്. ഇന്നലെയും നമ്മൾ നോക്കണ്ട. ഇതിന് ശേഷം അവൾക്കൊപ്പം ആളുകൾ കൂടുന്നു. ദിലീപിന്റെ സിനിമ ഞങ്ങൾ വിജയിപ്പിക്കത്തില്ല, ഈ രീതിയിൽ ആഹ്വാനം കൊടുത്തു. അപ്പൊ ആ രീതിയിലൊരു ഇത് ഇന്നലെ നമ്മൾ കണ്ടില്ലേ. അപ്പം ഇതിന്റെ കൂടെ നിൽക്കുന്നവർ സെലിബ്രിറ്റികളാകുന്നു, ആൾക്കാർ ശ്രദ്ധിക്കുന്നവരാകുന്നു. അതുകൊണ്ട് ദിലീപിനെതിരെ പറയാൻ ഞാനൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞാൽ, പിണറായി വിജയനെ ചീത്ത വിളിച്ച ഇന്നാളെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരത്തില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദി ചീത്ത വിളിച്ച. അതുപോലെ ഈ വിഷയത്തിനകത്ത് ഇതിനകത്ത് ഈ ഭാഗ്യലക്ഷ്മിയും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ മാഫിയ സംഘത്തിന്റെ കൂടെ ആളുണ്ടതില്ല. മാഫിയ സംഘം വിലക്കെടുത്ത മാധ്യമങ്ങൾ, അല്ലാതെ നേരത്തെ നരേന്ദ്രമോദിനെയും പിണറായി വിജയന്റെയും കാര്യം പറഞ്ഞതുപോലെ പറയുമ്പോൾ അവർ പ്രസ്താവരുണ്ട്, ഇവർ പേര് വരുന്നത് പോലെയല്ല. ഇത് ഇങ്ങനെ ഇതിനെതിരെ പറയാൻ ആൾക്കാരെ നിരത്തി നിർത്തുന്നു. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, ഇത് വലിയ വാർത്തയാക്കുന്നു. നിരന്തരം ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവതാരകർ, അപ്പൊ അവർ പറഞ്ഞതായിട്ട് വരുന്നില്ലല്ലോ, ഇങ്ങനെ വന്നത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ
സാധാരണക്കാരൻ ഇപ്പം പറഞ്ഞു, ഇന്നലെ പത്തനംതിട്ടയിലുള്ള ഒരു സ്ത്രീ, അവരെ കണ്ടാൽ തന്നെ ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല, എങ്ങാണ്ട് കിടന്ന ഒരു സ്ത്രീ, ഞാൻ ദിലീപിനെ എതിർക്കുക, മാധ്യമങ്ങളിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇവരുടെ ബൈറ്റ് എടുക്കുക, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രീതിയിൽ ആൾക്കാരെ ജഡ്ജിയെ കൊല്ലുമെന്ന്, അല്ലെങ്കിൽ കൊല്ലും, വിധി ഇരുത്തിയില്ലെങ്കിൽ ജഡ്ജിയെ കൊല്ലുമെന്ന് ഇതേ രീതിയിൽ സാധാരണക്കാരനെ കൊണ്ട് പറയിക്കുക. അപ്പൊ അവരും വൈറലാവും, 10 ദിവസം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. കലാപന്തരീക്ഷം, ജെൻസി കലാപങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെ അതേ രീതിയിൽ ഇതൊരു പ്ലാൻഡ് ആയിട്ട് വളരെ ദീർഘമായിട്ട് കൃത്യമായ രീതിയിൽ പാറ്റേൺ ആയിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇത് തന്നെ പറയാൻ വന്നത് പറഞ്ഞു, ഇതിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഈ രാജ്യത്തെ സംവിധാനങ്ങളെ, കോടതിയെ, പോലീസിനെ, നിയമവ്യവസ്ഥയെ, രാജ്യത്തിന്റെ ഭരണഘടനയെ ഇതൊക്കെ ചിലരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി പണമുണ്ടെങ്കിൽ എല്ലാം ആവാം, പണമുണ്ടെങ്കിൽ എല്ലാത്തിനെയും മറികടക്കാം, ഏതൊക്കെ രീതിയിൽ ആണെങ്കിലും അതൊന്നും ശരിയല്ലെന്ന് വരുത്തി തീർക്കാം, അല്ലെങ്കിൽ ഏത് പഴുതടച്ചാലും ഞങ്ങൾ പറയുന്നതിനെ അല്ലെങ്കിൽ അനുകൂലിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകും. സാധാരണക്കാരി ഇപ്പൊ ഹണി വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജി മിടുക്കിയായതുകൊണ്ടും വരട്ടെ എന്നുള്ള തന്റെ ഇടം ഉണ്ടായതുകൊണ്ടായത്. വേറെ വല്ല ജഡ്ജി ആണെങ്കിൽ, അല്ലെങ്കിൽ ശകലം സ്റ്റാറ്റസ് ഉള്ള, അല്ലെങ്കിൽ ഇങ്ങനെ വിധിച്ചാൽ നാട്ടുകാർ അങ്ങനെ ചിന്തിക്കുമോ, ജഡ്ജിക്കും വരെ അങ്ങനെ മനോവൈകല്യം ഉണ്ടാകാം, ചിന്തിക്കുവോ, അല്ലെങ്കിൽ എനിക്ക് പേര് പോകുമോ, അല്ലെങ്കിൽ ഞാനെന്തിനാ പേര് ദോഷം ഇത്രയും പേര് പറയുന്നില്ലേ, നമുക്കൊരു നല്ല ഇമേജ് കിട്ടത്തില്ലേ, അതുകൊണ്ട് കേസ് അങ്ങ് ഈ രീതി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ കേസിനകത്ത് ഇവർ വിധിച്ചാൽ എന്ത് ചെയ്തേനെ, അല്ലെ സത്യസന്ധമല്ലാതെ വിധിച്ചെന്ത് ഇവരെന്ത്. അപ്പൊ ഇവർക്ക് ഇതേ രീതിയിൽ ഉള്ള ഒരു ഫാബ്രിക്കേഷൻ. ഈ ഭാഗ്യലക്ഷ്മി ജയിലിലിടണം. ഈ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞില്ലേ, ഇനിയും കോടതിയെ പറ്റി എന്നെ പറ്റി വേണമെങ്കിൽ ഭൂതകാലവും ഭാവിയും ഒക്കെ നിങ്ങൾ പ്രവചിച്ചു അല്ലെ പറഞ്ഞോ, അത് പറഞ്ഞാൽ അവർ കേസെടുക്കാം. പക്ഷേ കോടതിയുടെ വിധിയെ പറ്റി അനാവശ്യമായ കമന്റുകൾ വന്നാൽ അതിനുശേഷം ഭാഗ്യലക്ഷ്മി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ഈ ഭാഗ്യലക്ഷ്മി ഇൻഡയറക്റ്റ് ആയിട്ട് ആളുകളെ കൂട്ടെന്ന് പറഞ്ഞില്ലേ. അല്ല ഭാഗ്യലക്ഷ്മി, ഞാൻ പറയാൻ വന്നത് ഭാഗ്യലക്ഷ്മി ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടതാണ്, ഈ WCC ഭാഗ്യലക്ഷ്മി ഇറങ്ങി. അതെന്തിനാണ് ഈ WCC എന്ന് പറയുന്നത്? സ്ത്രീകൾക്ക് മോചനം കിട്ടാനായിട്ട്, സ്ത്രീകളെ സുരക്ഷിതരാക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ചേർന്നുണ്ടാക്കിയതാണല്ലോ WCC. അപ്പോ ഈ WCC എന്താ ഇറങ്ങിയതെന്ന് വെച്ചപ്പോൾ ഭാഗ്യലക്ഷ്മി ഇറങ്ങുന്നത് ഇവര് ഫേസ്ബുക്കില്, സോഷ്യൽ മീഡിയയിൽ എഴുത്ത് മാത്രമേ ഉള്ളൂ, അത് നടപ്പാക്കുന്നില്ല. അതായത് സ്ത്രീകൾക്ക് വേണ്ടി അവർ ശബ്ദം ഉയർത്തുന്നില്ല, ഈ ഫേസ്ബുക്കിലുള്ള എഴുത്ത് മാത്രമേ ഉള്ളൂ. അത് കണ്ട് മടുത്തിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ പിന്നെ എന്തിനാ ഈ WCC? പിന്നെ അവർക്ക് എന്ത് യോഗ്യത ഉണ്ട് ഈ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് വാദിക്കാൻ? അതിന്റെ അകത്ത് വന്ന സ്ത്രീകൾക്ക് പോലും നീതി കൊടുത്തിട്ടില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി WCCയെ കുറിച്ച് പറഞ്ഞത്. WCC അകത്ത് വരുന്ന സ്ത്രീകൾക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നതിനും, അല്ലെങ്കിൽ പക്ഷപാതപരമല്ലാതെ നിൽക്കുന്നതിനും ഒക്കെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കേസുണ്ട്. വേടന്റെ ഉൾപ്പെടെ കേസില്ലേ, വേടന്റെ കൂടെ വന്നതിനകത്ത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കേട്ടില്ലേ, അത് കോടതി പറഞ്ഞത്. ഏത് കോടതിയാ പറഞ്ഞത്? ജാമ്യം കൊടുക്കുന്നതിന് ആ കോടതിക്ക് ഒരു സംശയത്തിന്റെ ആനുകൂല്യം വെച്ചിട്ട് ജാമ്യം കൊടുത്തു. അതിനകത്ത് കോടതി വിധിയൊന്നും വന്നിട്ടില്ല, എന്നിട്ട് പോലും അവർ ന്യായം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഞാനീ പറഞ്ഞത്, ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടാണ്. ഇതിനകത്ത് ഭാഗ്യലക്ഷ്മി പരസ്യമായിട്ട് ഇറങ്ങുന്നു. പല സ്ത്രീകളും ഈ രീതിയിൽ കാര്യങ്ങൾ, കോടതി വിധിയെ അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളിനെ കൂട്ടുന്നു. ഇന്നലെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ട്. മഞ്ജു വാര്യർ വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു, മഞ്ജു അല്ലേ ബുദ്ധിപരമായിട്ട് കോടതി വിധിയെ മാനിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കള്ളി ഒളിച്ചിരിപ്പുണ്ട്. ആരാ കള്ളി എന്നുള്ളവരും ഫസ്റ്റിലെ ഒരു നോർമൽ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരൻ വിചാരിക്കും അപ്പൊ ദിലീപിനെ പറ്റി. പാർവതി തിറോത്ത് എന്ന് പറയുന്നൊരു സാധനം, അതിന്റെ പേര് തിറോത്തോ ഏതാണ്ട് തിറോത്ത് വന്നിട്ട് ആ രണ്ട് സിനിമയിൽ അഭിനയിച്ച് പാർവതി ഞാൻ അംഗീകരിക്കത്തില്ല. ഇത്രയുള്ള കമ്മൽ, ഇത്രയുള്ള പൊട്ട്, രണ്ട് ആക്ക് കാണാത്ത രണ്ട് ഗ്ലാസും വെച്ച ഫെമിനിസ്റ്റ് ആയി, അല്ലെങ്കിൽ വിവരക്കേടിന്റെ സംസ്ഥാന ദേശീയ കമ്മിറ്റി അംഗമൊക്കെയാ. അപ്പൊ പിന്നെ ഇത് വരുമല്ലോ, എന്ത് പറഞ്ഞാലും വിവരക്കേട് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സിനിമ നടിയാവത്തില്ലേ, വെളിയിൽ വരും. ഞാൻ അംഗീകരിക്കത്തില്ല. അപ്പൊ ഇതേതാണ്ട് വലിയ ഭൂതമാണെന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ സാധാരണക്കാർ. പാർവതി തിരോത്ത് എന്ന് പറയുന്നതിനെ അല്ലല്ലോ കാണുന്നത്. ആരെങ്കിലും ആണുങ്ങൾ എഴുതിയ തിരക്കഥയും കഥയും വെച്ചിട്ട് അഭിനയിക്കുന്ന, അതുപോലെ അഭിനയിച്ചിട്ട് കാറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഇതേമാതിരി ഈ വായി വരുന്ന ഓതയ്ക്ക് വാത്തെന്ന് പറയുന്ന ഐറ്റത്തെ ആണല്ലോ കാണുന്നത്. അപ്പൊ അത് സങ്കല്പിച്ച് പാർവതി തിരോത്ത് എന്ന് പറഞ്ഞത് ഏതാണ്ട് വലിയ സാഹിത്യകാരിയോ അല്ലെ എഴുത്തുകാരിയോ കവിയോ കവിയത്രിയോ ഒക്കെ ആന്ന് വിചാരിച്ചിട്ട് ഈ സാധാരണക്കാരൻ വിചാരിക്കും പാർവതി തിരോത്ത് പറഞ്ഞല്ലേ. അപ്പൊ അവരും പറയുന്നത് എന്തോ ഞാൻ അംഗീകരിക്കത്തില്ല. ഇവരംഗീകരിക്കേണ്ട കാര്യമില്ലെന്നുള്ള കാര്യം ബുദ്ധിയുള്ളവനല്ലേ മനസ്സിലാവത്തുള്ളൂ, അല്ലെ ഓരോള്ളവനല്ലേ മനസ്സിലാവും. അപ്പൊ സാധാരണക്കാരനെ
കുഴപ്പത്തിലാക്കി, അല്ലെങ്കിൽ മരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മരിച്ചാലും കുഴപ്പമില്ല, ഈ ഒരു സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി കോടതി കാശ് മേടിച്ച്, കോടതി സംവിധാനങ്ങൾ അട്ടിമറിച്ച്, സത്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നിന്നിട്ടുള്ള സംവിധാനങ്ങളെ മൊത്തം തെരുവിൽ ചോദ്യം ചെയ്യാൻ, അതായത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഭാഗ്യലക്ഷ്മി ശ്രമിക്കുന്നു. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി സംഘവും നടത്തുന്ന കാര്യത്തിനകത്ത് ഇവർക്കെതിരെ നടപടിയെടുത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ, ഇപ്പൊ കണ്ടില്ലേ, മുന്നോട്ട് പോയില്ലെങ്കിൽ സംവിധാനങ്ങളെ രംഗത്തെത്തിയിട്ടുണ്ട്. അതാ പറഞ്ഞ പൃഥ്വിരാജ് രംഗത്തെത്തിയുണ്ട്. പൃഥ്വിരാജിന്റെ പുറകിൽ 20 കോടി രൂപ പൃഥ്വിരാജ് മുടക്കി എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. 20 കോടി രൂപ ഇതിനു വേണ്ടി, ഇതിന്റെ പ്രൊമോഷന് വേണ്ടി. പൃഥ്വിരാജിന്റെ പുറകിൽ, പൃഥ്വിരാജ് ആയിരുന്നല്ലോ അന്ന് തൊട്ടേ ഇതിന്റെ പുറകിൽ പരസ്യമായിട്ടുള്ള പിന്തുണ. ഇവൻ ഒരിക്കലും വെളിയിൽ വരത്തില്ല എന്നുള്ള രീതിയായി. അകത്ത് കിടന്നപ്പോഴേ 84 ദിവസം കഴിഞ്ഞ് വെളിയിൽ വരത്തില്ലെന്ന്. അപ്പൊ പുള്ളിക്കാര് കമ്പോളം പിടിക്കാൻ, കാര്യങ്ങൾ പിടിക്കാൻ പുള്ളിയുടെ പുറകിൽ ഒരു വലിയ മാഫിയ ഉണ്ടല്ലോ. അല്ല, ഇതിപ്പോ ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം വഴി നിങ്ങൾ അമ്മയും ഭാര്യയാണ് മുന്നിൽ നിങ്ങൾ അവരെ പറ്റി അലിഗേഷനാ, അവർ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അർബൻ നക്സലൈറ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എവിടുന്നാ ഈ പണമെല്ലാം കൂടെ? എവിടുന്നായി പണമല്ലാതെ? ലോകത്തെ ശതകോടീശ്വരന്മാർ താമസിക്കുന്നിടത്ത് താമസിക്കുന്നു. പിള്ളേർ പഠിക്കുന്ന അദാനി അംബാനി അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആൾക്കാർ പൈസ കണ്ടമാനം. എവിടുന്നാ? ഇപ്പം സിനിമയും എല്ലാം പൊട്ടുക. പൈസ എവിടുന്ന? അപ്പൊ ഇവന്റെയൊക്കെ ലക്ഷദ്വീപിന് വേണ്ടി എന്ന് പറഞ്ഞില്ലേ, സേവ്, അതിന്റെ എല്ലാം പുറകില് ആരാണ് നിൽക്കുന്നത്? ഈ മട്ടാഞ്ചേരി മാഫിയയുടെ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ, അല്ലെങ്കിൽ രാജ്യത്തെ തുരങ്കം വയ്ക്കുന്ന, രാജ്യമത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഫോഴ്സ്. അവർ കോടാനുകോടി രൂപ. ഇപ്പൊ സുന്ദരനല്ലേ, സിനിമാ നടനല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഭാഗമല്ല നിൽക്കുന്ന ആളല്ലേ, കാര്യം കൃത്യതയിലും വ്യക്തതയിലും പറയുന്ന ആളല്ലേ എന്നൊക്കെ വിചാരിച്ച് പണ്ട് ഇത് നടക്കുവാൻ. ഇത് പൊളിച്ചത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ആയി 2014 ശേഷം ഇവരിന്നതാണ്, ഇവരിന്നതിന് വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചു പോകത്തില്ലേ? അതുപോലുള്ള പ്രചരണമല്ലേ? കണ്ടില്ലേ ഇപ്പോഴത്തെ ഒരു പ്രചരണം? ഇത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇതേ പ്രചരണം, ഇതേ സ്റ്റാറ്റസിലാ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഭാഗ്യലക്ഷ്മി അയ്യോ തൊഴിലുറപ്പിന് പോയി നാളെ ജീവിച്ചോളും. എന്നാലും സത്യത്തിന്റെ പുറയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ കോടികൾ അല്ലാതെ വേറെ തൊഴിലുറപ്പിനൊന്നും പോകത്തില്ല. ഒരു തൊഴിലുറപ്പിനും പോകത്തില്ല. ഇതിന്റെ പുറകിൽ വരും, അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത്രയും പേര് നിൽക്കത്തില്ല. ഇവരെ സാധാരണക്കാരിതൊന്നും അറിയാത്തോളം ഇതിനകത്ത് അല്ലെങ്കിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറഞ്ഞാൽ എൻ്റെ വേറെ മാനസിക വൈകല്യമുള്ളവരുണ്ട്. ഞാനിത് പറഞ്ഞാൽ എൻ്റെത് വരുമല്ലോ ജീവിക്കാത്തൂടെ, ഞാനങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ദിലീപിനെ അറിയത്തുമില്ല, കേസും അറിയത്തില്ല, ദിലീപിനോട് ദേഷ്യമില്ല, ഒന്നുമില്ലെങ്കിൽ പോലും വരും. ചിലവന്മാർ വിചാരിക്കും ഇതിനെക്കാട്ടി മുന്തിയവന്മാർ വിചാരിക്കും 10 ദിവസം ജയിലിൽ കിടന്നാലും അത്ര ദിവസം വാർത്ത വരുമല്ലോ, ഒരുമാതിരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പത്തനംതിട്ടക്കാരി പേര് ഞാൻ പറയുന്നില്ല. ഈ ഇടയ്ക്ക് ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്, സർവരുത്തി ഫേസ്ബുക്ക് ഇരിക്കണം ദിലീപിന്റെ പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നു, അതിനെ കുറിച്ച് മിണ്ട പോലും ചെയ്യരുത്, ആ പേര് പോലും നമ്മൾ ആരും പറയരുത്, അവഗണിക്കുക, പൂർണ്ണമായി അത് അവഗണിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അതിന്റെ താഴെ ഒരുത്തം വന്നിട്ടിരിക്കണേ. ഞാൻ ദിലീപിന്റെ ഫാനല്ല, ദിലീപിന്റെ കേസിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാത്തില്ല, കോടതി വെറുതെ വിട്ട് ഇതൊക്കെ മാത്രമേ എനിക്ക്. പക്ഷെ നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ കാണുമെന്ന് അല്ലെ പറയൂ. അപ്പൊ ഇത് ഇങ്ങനെ പറയിക്കുക. കാരണം ഇത് സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കഷ്ടം പാവത്തിങ്ങളാണ്. അവർക്ക് ഇത് കാര്യങ്ങൾ വായിച്ചു നോക്കാനോ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ മാധ്യമങ്ങളെ ഇവർ വിശ്വസിക്കുന്നത്. രാവിലെ പത്രം എടുത്തു വെച്ച് വായിക്കും, പിന്നെ അത്യാവശ്യം TV കാണും, പിന്നെ സോഷ്യൽ മീഡിയ കാണും. അപ്പൊ ഇത് കാണുമ്പോൾ ഇവർ വിശ്വസിച്ചു പോകും. ഇത്രയും നീചമായിട്ട് ഒരു പെൺകുട്ടിയിലുണ്ടല്ല. അതിന് മുമ്പ് ദിലീപിന്റെ ഇത് അറിയണം, ദിലീപിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചു, അതിനും കോടതിയിൽ ചോദിച്ചു അവർക്ക് ഇത്രയും മാനസിക പ്രശ്നമുള്ള ഒരാളുടെ കൂടെ അഭിനയിച്ചു. അത് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കും, അല്ലാത്ത സമയത്ത് മാറിയിരിക്കും. അതിജീവിത അഭിനയിക്കുന്ന സമയം. ഈ അതിജീവിതയാ ഈ പീഡനത്തിന് വിധേയമായി, അല്ലെങ്കിൽ അതിജീവിത മാത്രമല്ല ഭാഗ്യലക്ഷ്മി. എന്താ പറയുക? ഭാഗ്യലക്ഷ്മി കരയുന്നു, പാർവി ത്രോത്ത് കരയുന്നു, നാട്ടുകാർ മൊത്തം കരയുന്നു, വണ്ടിയെ കയറി തിരുവനന്തപുരത്ത് നിന്ന് വന്ന പത്തനംതിട്ടക്കാരി കരയുന്നു, സുപ്രിയ മേനോൻ കരയുന്നു, രായപ്പൻ കരയുന്നു, നിലവിളിക്കുന്നു. അപ്പോഴാ ഇവര് ദിലീപിന്റെ കൂടെ ഡിങ്കട ഡിങ്ക മനസ്സിലായല്ലോ. എന്നിട്ട് ഇപ്പൊ വിധി വന്നതിന് ശേഷം ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഞാനും അവളും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അത് വേറെ വല്ല പരിപാടിയായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും എൻഗേജ് ആയിരിക്കും, അല്ലാതെ ഉറങ്ങാതിരിക്കാൻ ഇപ്പൊ എന്തോ ഉറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ തിരക്കിയപ്പോൾ അവരിലുണ്ടല്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് വേറെ ചില നടികൾ, ഞാൻ അതിനകത്ത് പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാ, അവരൊക്കെ അതിനുശേഷം ഡിപ്രഷനിൽ പോയല്ലോ, ഈ ഫീൽഡ് വിട്ടല്ലോ, മദ്യപാനിയായല്ലോ, ജീവിതം നയിച്ചല്ലോ, കേരളം വിട്ടല്ലോ. ഇവർക്ക് അന്നോട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഹാപ്പി, സോ ഹാപ്പി, വളരെ വലിയ ഇതാ, ഒരു കുഴപ്പമില്ല, ഇപ്പോഴും കുഴപ്പമില്ല. എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല, ഈ അതിജീവിതയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ഇങ്ങനെ നിൽക്കും. ഭാഗ്യലക്ഷ്മിക്ക് ഈ കുഴപ്പത്തിന്റെ പുറകിൽ കോടികളുണ്ട്. ദിലീപിനെ തീർക്കണം. ഈ മാഫിയ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനമായിട്ട് പയ്യൽ വീണ്ടും ആവാൻ പാടില്ല. കാരണം ഇതിങ്ങനെ ക്ലെയിം ആക്കി നിർത്തി ഇയാൾ എങ്ങനെയും കളഞ്ഞിട്ട് പോകണം. കാരണം മേൽക്കോടതി പോയാലും സുപ്രീം കോടതി പോയാലും ഇയാൾക്കെതിരെ എന്തെങ്കിലും വേണ്ടേ, തെളിവ് വേണ്ടേ? ഒരു തെളിവില്ല. പക്ഷെ ഇത് അനുവദിച്ചുകൂടാ. കലാപാഹ്വാനത്തിൽ വരെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കോടതി വിധി തെറ്റാണെന്ന് ധരിപ്പിച്ച് അതിനെതിരെ വ്യാജ പ്രചരണം ഇപ്പോഴും രാവിലെയും വൈകിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യണം, ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യണം. ഇതിന് പിന്തുണ മഞ്ജു വാര്യർ ഡയറക്റ്റായിട്ട് എടുത്തു, പാർവതി തിരുവോത്ത് കൊടുത്തു. നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷേ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ദിലീപിനെ തീർക്കുന്നതിനൊപ്പം അല്ല രായപ്പനീന്റെ കുറെ നിൽക്കുന്നു. ഇവർക്കെല്ലാം ദിലീപിനെ തീർക്കാൻ അതിജീവിതയ്ക്കൊപ്പം കൊടുക്കാൻ പാടില്ല. അപ്പം അതാണ് പറയുന്നത്, അതിജീവിതയ്ക്കൊപ്പം അല്ലാതെ ആരുമില്ല, എല്ലാവരും അതിജീവിതയ്ക്കൊപ്പം. പക്ഷെ അതിജീവിതയെ വെച്ചോണ്ട് ദിലീപിനെ തീർക്കാനുള്ള സംവിധാനത്തിലേക്ക് പോവുകയും അങ്ങനെ അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് സത്യസന്ധമായ കാര്യം വിളിച്ചു പറയാൻ നിൽക്കുന്ന കോടതി ഉൾപ്പെടെയുള്ളവരെ തീർക്കാൻ, ഇവിടുത്തെ ഭരണഘടനാ സംവിധാനത്തെ തീർക്കാൻ, ഈ രാജ്യത്തെ കോടതിയെയും പോലീസിനെയും അല്ലെങ്കിൽ സംവിധാനങ്ങളെയും സാധാരണ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിമാരെ അകത്തിടണം, അല്ലെങ്കിൽ വലിയ വിപത്താണ്.